ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നികേഷ് പറയുന്നു, സുധീഷേട്ടാ ചേർന്ന് നിൽക്ക്, എന്തിന് ഫോൺ കാണിക്കുന്നു. അപ്പൊ സുധീഷ് ചേർന്ന് നിൽക്കുന്നു. നിധി അറിയാതെ ഫോട്ടോ എടുക്കുന്നു. എടാ ഓക്കെ അല്ലയോ? ഓക്കെയാണ്. എൻ്റെ 2 പിക്ക് എടുത്ത് തന്നെ, ഉറപ്പായിട്ടും എടുത്തു തരാം. അമ്പലത്തിൽ ചെല്ലട്ടെ. അപ്പോഴത്തേനും സുനന്ദയൊക്കെ റെഡിയായി വരുന്നു. ആ നിങ്ങൾ റെഡിയായോ? ആ റെഡിയായി. നിങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആണല്ലോ. ആണോ? താങ്ക്സ് മോനെ, നമുക്ക് പോയാലോ? ആ പോവാ. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? ഓ അത് വേണ്ട, അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളയാ. അതെന്താ ഒരുപാട് കാര്യങ്ങൾ? അവർ അമ്മയ്ക്ക് വട്ട്. നമുക്ക് ആദ്യം പോവാം, ഇവർ സൗകര്യം പോലെ വരട്ടേന്നേ. അമ്മേ നമുക്ക് ഒരുമിച്ച് പോവാം. പറയുന്ന കേക്ക് ആദ്യം. അശ്വിനെ നമുക്ക് പോയാലോ? ആ പോവാം. എന്നാൽ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം. ശരി, ടാറ്റ. ഈ തള്ളയ്ക്ക് വട്ടാണോ? കുറച്ചധികം. ഹായ് ചാന്ദിനി, ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ക്യാ ഡ്രസ്സ് ബഹുത്ത് അച്ചാ ഹേ, ശുക്രിയ. നീ എല്ലാവരുടെയും ഡ്രസ്സ് നോക്കി നല്ലതാണെങ്കിൽ നല്ലത് പറയണം. നിങ്ങളാരും ഇതുവരെ ഇറങ്ങിയില്ലേ? അച്ഛൻ ഇവിടെ. അച്ഛൻ രാവിലെ വരുന്നത് കണ്ടു, കുളിച്ചിട്ട് പോകുന്നതും കണ്ടു. ഇനി അമ്പലത്തിലുണ്ടാവോ? അമ്പലത്തിലുണ്ടായാലും ഇല്ലേലും എന്താ? നിങ്ങൾ വാന്നേ, നമുക്ക് പോവാം. ബാ. ഇതാണ് നിങ്ങളുടെ കുടുംബ പരദേവതയുടെ അമ്പലം. പ്രധാന പ്രതിഷ്ഠയ്ക്കൊപ്പം 3 ഉപപ്രതിഷ്ഠയുണ്ട്. ശ്രീ പാർവതി, ധർമ്മശാസ്ത്രാവ്, ശ്രീ മുരുകൻ. പോയി തൊഴുതോ. വഴിപാട് കൗണ്ടറിൽ ചെന്ന് വഴിപാടിന്റെ ചീട്ടെടുക്കണം. അത് നടയിൽ കൊടുത്താൽ മതി. അപ്പോഴത്തേന് അച്ഛൻ വരുന്നു. ഇങ്ങാരിവിടെ എത്തിയോ? എന്താടാ പിള്ളേരെ വൈകിയത്? ഞാൻ നേരത്തെ കയറി തൊഴുതു. ഇത്ര പെട്ടെന്നോ? ഭാസ്കരേട്ടൻ്റെ വക ഒരു റൗണ്ട് തൊഴലും വഴിപാടും കഴിഞ്ഞു. ഞാനൊരു അഷ്ടൈശ്വര്യ വഴിപാടിന് ചീട്ടാക്കിയിട്ടുണ്ട്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി. ഈ 8 ലക്ഷ്മിമാരെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേറൊന്നും വേണ്ടാന്നല്ലയോ? അല്ലേ പ്രസിഡന്റ്? അതെ അതെ. ഇന്നലത്തെ അന്യൻ ഇന്ന് അമ്പിയായി മാറിയോ? എന്താടാ മിണ്ടാതിരിയടാ. പ്രസിഡന്റ്, ഇതാണ് എൻ്റെ മക്കള്. ഇത് സുഭാഷ്, ഇത് നികേഷ്, ഹരീഷ്, സുധീഷ്. അത് സുധീഷിന്റെ ഭാര്യ നിധി. മറ്റേത് സുഹൃത്തിന്റെ മകളാണ് ചാന്ദിനി. ഇത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കുമാർ. ഇദ്ദേഹത്തിന്റെ അച്ഛൻ എൻ്റെ സുഹൃത്തായിരുന്നു. പാവല്ലേ? എന്തായാലും വരാൻ തോന്നിയല്ലോ. ചെന്ന് പ്രാർത്ഥിക്ക്. അതെ, അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണമായിരിക്കും. ചെരുപ്പ് ഊരണമായിരിക്കും. അതൊന്നുമല്ല. അമ്മ ഇത് എന്തു ഭാവിച്ചാണോ? ഒന്ന് അടങ്ങിയിരിക്കും. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. പ്രസിഡന്റ്, ഞങ്ങളുടേതടക്കം 17 കുടുംബക്കാരുടെ തറവാട്ടമ്പലമായത്. എല്ലാ വർഷവും ഞങ്ങൾ അമ്പലത്തിന് വേണ്ടി നിശ്ചിത തുക കൈമാറാറില്ലേ? കഴിഞ്ഞ 10-30 വർഷമായി ഇവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ആ കാശ് മുഴുവൻ വാങ്ങാതെ ഇവരെ പൂജ ചെയ്യാൻ സമ്മതിക്കരുത്. എന്തിനാ സുനന്ദേ നമ്മൾ ഇതിലൊക്കെ ഇടപെടുന്നേ? അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടായോ? എന്ന് വച്ചാൽ അത് വലിയ സംഖ്യയല്ലോ. ഒറ്റയടിക്ക് ഈടാക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? ഇത്രയും കാലം തറവാട്ടമ്പലവും പരദേവതകളെയും വേണ്ടാന്ന് വെച്ച് നടന്നതല്ലയോ? എടി ലളിതേ, പൂതനെ, നിന്നെക്കാട്ടിലും മുമ്പേ ജനിച്ച ഞാൻ. അതുകൊണ്ട് തറവാട്ടമ്പലത്തിന്റെ അവകാശത്തെ പറ്റി നീ എനിക്ക് പഠിപ്പിക്കണ്ട. അമ്പലത്തിലേക്കുള്ള മുടക്ക് എങ്ങനെ തീർക്കാന്ന് ഞാൻ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ മുതൽ കാര്യങ്ങൾ ചെയ്താൽ മതി ഭാസ്കരേട്ടാ. ലളിതേച്ചി, മുടങ്ങിക്കിടന്ന് നിങ്ങളുടെ വീരത്തെ പറ്റി ഓർമ്മിപ്പിച്ചത് ഞാൻ തന്നെ അല്ലയോ? ഓ, എന്നിട്ടാന്നോടി നീ എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നേ? ഭാസ്കരേട്ടാ, അമ്പലത്തിന്റെ മുമ്പ് വെച്ച് വഴക്കും വേളയൊന്നും വേണ്ട. ഇവിടെ ആളുകൾ വരുന്നത് ഈശ്വരനെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ്. അതാദ്യം നടക്കട്ടെ. അത് കഴിഞ്ഞ് മതി വീതവും കാര്യങ്ങളും ഒക്കെ. ചെന്ന് പ്രാർത്ഥിരി ചേട്ടാ. ഇനി മുതൽ ഞങ്ങളെല്ലാം ചെയ്തോളാം. അത് മതി, ചെന്ന് പ്രാർത്ഥിരി. എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുന്നു. മക്കളാണല്ലേ? അതെ. ഇത്രയും കാലം വന്നില്ലെങ്കിലും ഭഗവതിക്ക് കാണണമെന്ന് തോന്നിയപ്പോൾ എത്തിച്ചില്ലേ? നന്നായി പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും നല്ലതേ വരൂ. ഭഗവതിക്ക് മുന്നിൽ മുഖം വീർപ്പിച്ച് നിൽക്കേണ്ട അമ്മായി. പ്രാർത്ഥിക്കുന്നതിന് ഫലം കിട്ടും അമ്മായി. അല്ലേലും പ്രാർത്ഥിക്കുന്നത് നമ്മൾ മുടിഞ്ഞു പോകണമെന്നല്ലയോ? ഒരിക്കലും ഫലം കിട്ടാൻ പോകുന്നില്ല. ബാ സുനന്ദേ, നമുക്ക് പ്രദക്ഷിണം വെക്കാം. അമ്മായി പോകുന്നില്ലേ? പൂതനെ ചെല്ല്. ദേഷ്യപ്പെട്ട് പോന്നു. മിണ്ടാ നിന്ന് പ്രാർത്ഥിക്ക്. ഓ ഇറ്റാബാ, ഇറ്റാബാ. ഓ ഭാസ്കരനായിരുന്നോ? എത്ര കാലമായി കണ്ടിട്ട്. സുഖമായിരിക്കുന്നോ? ആ സുഖമായിരിക്കുന്നോ. ബാ പറയട്ടെ. എന്തു പേര്? ഇറ്റാബനോ? അങ്ങനെയല്ലേ കേട്ടത്? ഇറ്റാബൻ. ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയൊക്കെ പേരുണ്ടോ? ആ, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ, എന്തായാലും കൊള്ളാം. ദേഷ്യം വരുമ്പോൾ ചീത്ത വിളിക്കാൻ പറ്റിയ പേര്. എടാ ഇറ്റാബാ. കളിയാക്കാതെ. സോറി ഏട്ടാ. ഒരുമാതിരി ഇറ്റാമൻ്റെ വർത്താനം പറയല്ലേ. മതി. ഒരുമാതിരി സുധീഷാവല്ലേ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ചാന്ദിനി സുഭാഷേട്ടൻ്റെ തലയിലിരിക്കുന്ന പൂ തട്ടിക്കളയുന്നു. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സുനന്ദയും കാണുന്നു. എടി, അശ്വൻ എവിടെയാണ്? ഫോൺ ചെയ്യാൻ പോയിരിക്കുവാണ്. അമ്മേ, അശ്വൻ ഉള്ളപ്പോൾ അവരോട് വഴക്കിടാനും തർക്കിക്കാനും നിൽക്കല്ല. അശ്വൻ എന്നോട് ചോദിക്കുക എന്ന് കരുതി മിണ്ടാതിരിക്കണോ? നമ്മൾ വരുന്ന ദിവസം നോക്കി എന്തിനാ ഇവർ ഇങ്ങോട്ട് വന്നത്? എന്തോ ഒരു കാര്യമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. അഡ്രസ്സ് കൊടുത്തത് ഗംഗാധര മാവനല്ലയോ? അതാ എനിക്കും മനസ്സിലാവാത്തെ. ഇവർ അച്ഛൻ അറിയാത്ത സ്ഥലമാണോ ഇവിടെ? എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുത്തില്ലല്ലോ. എന്തോ ഒരു ഉണ്ടച്ചുരുട്ടുണ്ട്. അതാ. മഴക്കോളുണ്ട്, പെയ്യത്തില്ല. നന്നായി തൊഴുതില്ലേ?
തൊഴുതു. നിങ്ങൾ എന്തായാലും വന്ന സമയം നല്ല സമയമാണ്. നാളെ കർക്കിടക ഷഷ്ടിയാണ്. ഈ അമ്പലത്തിൽ വലിയ പ്രത്യേകതയാണ്. എന്താ പ്രത്യേകത? കുടുംബത്തിൽ ആർക്കെങ്കിലും നേടാനോ ആർക്കെങ്കിലും കഷ്ടകാലം മാറ്റാനോ അയാളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യും. ശൂലം തുള്ളലെന്ന് പറയും. അത് ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ചേട്ടാ, അങ്ങനെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ടോ? എൻ്റെ മോനെ, ആചാരങ്ങളൊക്കെ ഇപ്പം കൂടിക്കൂടി വരുവല്ലേ. പണ്ടില്ലാത്ത ആചാരങ്ങളൊക്കെ ഇപ്പം ഒത്തിരിയും കൂടിക്കൂടി വരുക. എന്നാൽ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടോ? അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടേ പോവാമോ? അത്രേ ഉള്ളൂ. എന്നാലേ പ്രാർത്ഥിച്ചതിന് ഫലമുള്ളെന്നാ. എന്നാ ശരി. എന്നാ പോയി നമുക്ക് ഇവിടെല്ലാം കറങ്ങി വന്നാലോ നിധി? ആ, എന്നാ വാ, എല്ലാവരും കൂടെ വാ. അത് വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. എന്നാ പിന്നെ ഹരീഷ് വാ, എനിക്ക് 1-2 ഫോൺ ചെയ്യാനുണ്ട്. നിനക്കും ഫോൺ ചെയ്യണോ നികേഷേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ. നിങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ, അപ്പോഴത്തേൻ്റെ ഭക്ഷണത്തിനുള്ള സമയം ആയിക്കോളൂ. നിങ്ങൾ വരുന്നെങ്കിൽ വാ. ഓ, ഞങ്ങൾ വരുന്നില്ല. ബാ നിധി, കുറേ നേരം ഒരു സ്ഥലത്ത് ഇരുന്നാലേ വേര് മുളച്ചു പോവും. വരുന്നുണ്ടോ നെഹി? പാവം പോന്ന പോക്ക് കണ്ടോ? സുധീഷിൻ്റെ അച്ഛൻ്റെ നാടിതാ. അമ്മയുടെ നാടോ? എന്താ ചിരിക്കുന്നേ? ഇത്രയും നാൾ കൂടെ ജീവിച്ച അച്ഛൻ്റെ നാട് ഇപ്പോഴേ അറിയുന്നേ. അപ്പം ചെറുപ്പത്തിലേ മരിച്ച അമ്മയുടെ നാട് എങ്ങനെ അറിയാനാ? ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഞങ്ങളെ എങ്ങും കൊണ്ടുപോകാറുമില്ല. ആരും ഞങ്ങളെ കാണാനും വരാറുമില്ല. ആരും വരാറില്ലേ? അങ്ങനെ ചോദിച്ചാൽ അമ്മാമ്മ വരുമായിരുന്നു. അമ്മയുടെ അമ്മ വരുമ്പോൾ കുറച്ച് പലഹാരവും മുട്ടായിയൊക്കെ ആയിട്ടാണ് വരുന്നത്. പോരുമ്പോഴേ 10 രൂപയുടെ നോട്ട് ഞങ്ങളുടെ 3 പേരെയും കൈവച്ച് തരുമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അമ്മാമ്മയും വരാറില്ല. ഞങ്ങളെ അന്വേഷിച്ച് ആരും വരാത്തതുകൊണ്ട് ഞങ്ങളെ ആരും അന്വേഷിച്ച് പോവാതായി. അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേനും വീട്ടിലെ സ്വഭാവമേ അങ്ങ് മാറി. ഞങ്ങൾ മറ്റൊരു ലോകത്തായി. എന്നാലും മറ്റു കുട്ടികളുടെ ബന്ധുക്കളെ കാണുമ്പോൾ അന്വേഷിക്കണമെന്ന് തോന്നാറില്ലേ? അങ്ങനെയൊന്നുമില്ല. അത് ശരിക്കും കഷ്ടമായി പോയി. അമ്മ പോയതിന് ശേഷം അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ നിൽക്കുന്ന ഒരാളായിരുന്നു നിധി. ഈ ചോദ്യം വേണമെങ്കിൽ സുഭാഷ് ചേട്ടനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. നിധി, നിക്ക്. ദേ നോക്കി, അത് ചാന്ദിനിയല്ലയോ? ഏതായാലും ഇപ്പം അങ്ങോട്ട് പോവണ്ട. നമ്മളോട് സുഭാഷ് ചേട്ടൻ തനിയെ പോകാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം മനസ്സിലായില്ലേ? എന്ത് കാരണം? നിധി, ഒന്നും അറിയാത്ത രീതി പൊട്ടം കളിക്കല്ലേ. സുധീഷ് എന്താ ഉദ്ദേശിച്ചതെന്ന് പറ. സുഭാഷ് ചേട്ടന് ചാന്ദിനിയോടൊപ്പം നടക്കാൻ ഇപ്പം മനസ്സിലായോ? സുഭാഷ് ചേട്ടൻ നിങ്ങളുടെ ആരൊക്കെയാന്നാ പറഞ്ഞേ? ബന്ധു, അമ്മ, അച്ഛൻ, ചേട്ടൻ. എന്നിട്ട് അയാളെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇത്തരം കള്ളത്തരം ഇല്ലാത്ത ഒരേ ആള് സുഭാഷ് ചേട്ടനാ. അപ്പം ഞങ്ങൾക്ക് എല്ലാം കള്ളത്തരം ഉണ്ടെന്നാണോ പറയുന്നേ? എന്താ സംശയം? അതിലേറ്റവും വലിയ കള്ളത്തരം നിങ്ങളാ. സത്യം കേൾക്കുമ്പോഴേ ചിരിച്ചു തള്ളിയിട്ട് കാര്യമില്ല. ബാ പോവാം. സുഭാഷ് ചേട്ടാ, നിധിക്കൊരു സംശയം. എന്ത് സംശയം? നമ്മുടെ അമ്മയുടെ നാട് എവിടെയാണെന്ന്. അതിപ്പോൾ എന്തിനാ അറിയുന്നേ? ചുമ്മാ അച്ഛൻ്റെ നാട് കണ്ടെത്തിയ പോലെ അമ്മയുടെ നാടും പോയി കാണാം. ചിലപ്പം ബന്ധുക്കളുമായിട്ടൊക്കെ അടുപ്പം വെച്ചാലോ. ഇത്രയും കാലം കാണാത്ത ബന്ധുക്കളാണോ ഇനി ഇപ്പോൾ? അതൊന്നും ശരിയാവത്തില്ല മോളെ. നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവരും ഇന്ന് അടുപ്പം വെക്കാതെ ഒറ്റയ്ക്ക് മാറി. ശരിയാ, ആളുകൾ ഒറ്റയ്ക്കാവുന്നതേ അവരുടെ മാത്രം തെറ്റുകൊണ്ടും കുറ്റം കൊണ്ടും അല്ലല്ലോ. ചില സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി മാറ്റുന്നു. നിങ്ങൾ കറങ്ങിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. സുഭാഷ് ചേട്ടൻ പൊക്കോളൂ, ഞങ്ങൾ വന്നേക്കാം. ആവോ, എന്തൊക്കെ പറഞ്ഞാലും നല്ല ചേർച്ചയാണ് അല്ലേ? എന്ന് വെച്ചാൽ ഈ ഭാഷയും ദേശവും ഒക്കെ വേറെയാണെങ്കിലും രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടെന്ന്. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ടെ 3-4 ഫോട്ടോ എടുത്ത് വെക്കാൻ തനിക്ക് തോന്നിയോ? അത് ശരിയാണല്ലോ. എന്നാൽ എടുത്താലോ? ഞാൻ റെഡി. നിധി നിൽക്കുക. മുടി ഇങ്ങനെ നിധി, കൊള്ളാമല്ലോ. ഇനി വേറൊരു പോസ്. നിധി, ഇത് നോക്ക്, ഇത് കൊള്ളാമല്ലേ? നിധി, നമുക്കൊരു സെൽഫി എടുത്താലോ? എടുക്കാം. അതെ, കുറച്ച് മാറി നിൽക്കുമോ? എന്തു പറ്റി? ഒന്ന് വിട്ടു നിന്ന് എടുത്താൽ മതി. പിന്നെ അവിടെ സെൽഫിയൊക്കെ എടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് സുനന്ദയാണ്. എടി, എവിടെ പോയേക്കുമായിരുന്നു? അവനെന്തിയെ? അവിടെയുണ്ട്. പിന്നെ അവർ സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. എന്താണ്, ചായ കുടിയാണോ? എന്താ, വേണോ? വേണ്ട. ചായ കൊണ്ട് കൊടുക്കുന്നു നിധിക്കും സുധീഷിനും. താങ്ക് യു ഏട്ടാ. ഒരമ്മൂമ്മ ചോദിക്കുന്നു. ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളുകളാണോ? അതെ, ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്തു നിന്നല്ലേ ലളിതയും? ചാന്തേച്ചി, ആ ലളിതേച്ചിയുടെ ചേട്ടനാണല്ലോ അത്. ഭാസ്കരേട്ടൻ്റെ മക്കളാണ് ഇത്. ആദ്യമായിട്ടാണ് തറവാട്ടമ്പലത്തിലേക്ക് വരുന്നത്. ഭാസ്കരൻ? മനസ്സിലായി. ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയ ആളല്ലേ? അതെ. ആ പാപം ഇതുവരെ അനുഭവിച്ചു തീർന്നില്ല. അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ വന്നയാ. എന്താ അമ്മ ഇത്? സത്യം പറയാൻ എന്തിനാ മടിക്കുന്നേ? അച്ഛൻ അവിടുന്ന് ദേഷിച്ച് എണീറ്റ് പോകുന്നുണ്ട്. എൻ്റെ ലളിതേച്ചി, സത്യമാണോ അല്ലയോ എന്ന് പോലും ഇതുവരെ അറിയത്തില്ല. വെറുതെ എന്തിനാ ഇത് ഇപ്പം പറയാൻ നിൽക്കുന്നേ? നല്ലൊരു കാര്യത്തിന് വന്നേ അല്ലയോ? നിനക്ക് എന്തറിയാടാ മണി? നീ അധികകാലമായില്ലല്ലോ ഈ നാട്ടിലേക്ക് വന്നിട്ട്. അമ്പലത്തിലേക്ക് വരുന്ന ഏജന്റിന് എല്ലാവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആൾക്ക് എല്ലാവരും നല്ലതായിട്ടല്ലേ തോന്നൂ. അറിയുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അമ്മായി വഴക്കും സ്വത്തുതർക്കും ഒക്കെ കാണും എന്ന് കരുതി വായി തോന്നുന്നത് വിളിച്ചു പറയല്ലേ. ഞാൻ മാത്രമല്ലല്ലോ, നാട്ടുകാരും പറയുന്നില്ലേ? നീ അവരുടെ വായ അടച്ചു കേട്ടടാ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.